സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം പരസ്യമാക്കരുതെന്ന് ബാലാവകാശ കമ്മീഷൻ. പൊതുവേദികളിൽ സഹായം വിതരണം ചെയ്യുന്നത് അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുമെന്ന് കമ്മീഷൻ പറയുന്നു. മറ്റുള്ള കുട്ടികൾക്കിടയിൽ രണ്ടാം തരം പൗരന്മാരായി ചിത്രീകരിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജാതി വിവേചനം ആരോപിച്ച് CPM-മായി ഏറ്റുമുട്ടിയ കണ്ണൂർ എടാട്ടെ ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ മരിച്ചു. പാൻക്രിയാസ് ക്യാൻസറിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പുലർച്ചെ 3 മണിയോടെ കണ്ണൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ നടക്കും. വരുമാനമായ ഓട്ടോറിക്ഷ CPM പ്രവർത്തകർ കത്തിച്ചു എന്നാരോപിച്ച് നടത്തിയ സമരത്തിലൂടെയാണ് ചിത്രലേഖ സംസ്ഥാനത്ത് ചർച്ചയായത്. മലപ്പുറത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. 16 വർഷം പൂർത്തിയായ സർക്കാർ വാഹനങ്ങൾ ഒഴിവാക്കണമെന്ന നിയമത്തിൽ ഇളവില്ലെങ്കിൽ പ്രവർത്തനം വഴിമുട്ടും.